പച്ചക്കറി കഴിക്കണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പാചകം ചെയ്തിട്ടാണോ കഴിക്കേണ്ടത്? അങ്ങനെ പാചകം ചെയ്തു കഴിഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് ഒക്കെ കുറഞ്ഞു പോകുമോ എന്നുള്ളതാണ് അധികം ആൾക്കാർക്കും അറിയേണ്ട കാര്യം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പാകം ചെയ്തിട്ടാണ് പച്ചക്കറികൾ കഴിക്കുന്നതെങ്കിൽ അത് എന്ത് തരത്തിലുള്ള കുക്കിംഗ് ആണ് നല്ലത്, ഏതൊക്കെ തരത്തിലുള്ള കുക്കിംഗ് മെത്തേഡ്സിലാണ് വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അളവ് കുറഞ്ഞു പോവാത്തത്, ഇതൊക്കെ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം വെജിറ്റബിൾസ് അഥവാ പച്ചക്കറിയിൽ നല്ല രീതിയിൽ വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ഈ പറയുന്ന വൈറ്റമിൻസും മിനറൽസൊക്കെ പാചകം ചെയ്യുന്നതിനനുസരിച്ച്, നമ്മൾ ചൂടാക്കുന്നതിനനുസരിച്ച് ഈ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ അളവ് കുറഞ്ഞു വരാം. അപ്പോൾ എത്രത്തോളം കുറയുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള വിറ്റാമിൻസ് ആണ് ഇങ്ങനെ പാകം ചെയ്യുന്ന സമയത്ത് കുറഞ്ഞു വരുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പലതരത്തിലുള്ള സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്റ്റഡി നോക്കിയത് പച്ചക്കറിയിൽ കുക്ക് ചെയ്യുന്നതിന് മുമ്പേ റോ ആയിട്ടിരിക്കുന്ന പച്ചക്കറിയിൽ എത്ര വൈറ്റമിൻസ് മിനറൽസ് ഉണ്ടെന്നുള്ളത് നോക്കി, അതിൻ്റെ വെയിറ്റ് നോക്കി, അതിനുശേഷം അത് കുക്ക് ചെയ്തതിന് ശേഷം, അതും പലതരത്തിലുള്ള കുക്കിംഗ് മെത്തേഡ്സാണ് അവർ ഉപയോഗിച്ചത്. ബോയിലിംഗ്, സ്റ്റീമിംഗ്, മൈക്രോവേവിംഗ്, ഫ്രൈ ചെയ്യുന്നത്, ഇത്തരത്തിൽ പല രീതിയിലുള്ള കുക്കിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ചതിന് ശേഷം അങ്ങനെ കുക്ക് ചെയ്ത സാമ്പിളിനും വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും വെയിറ്റ് എത്രയാണെന്ന് നോക്കി ആ റേഷ്യോ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇവർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ഏത് തരത്തിലുള്ള കുക്കിംഗ് മെത്തേഡ്സിലാണ് റോ സാമ്പിളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റാമിൻസും മിനറൽസും അതേപോലെ റീറ്റെയിൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിലനിർത്തിയിട്ടുള്ളതെന്നാണ്. ഇനി സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. വിറ്റാമിൻ സിൻ്റെ അളവാണ് ഏറ്റവും കൂടുതലായിട്ട് മാറ്റം വന്നിട്ടുള്ളത്. വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക എല്ലാ സിട്രസ് ഫ്രൂട്ട്സിലും, ഉദാഹരണത്തിന് നാരങ്ങ, ഓറഞ്ച്, ഇതിലൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ വെജിറ്റബിൾസിലും വൈറ്റമിൻ സി ഉണ്ടെന്നുള്ള കാര്യം അധികം ആൾക്കാർക്കും അറിയില്ല. ചില കുക്കിംഗ് മെത്തേഡ്സിൽ വിറ്റാമിൻ സി കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ മറ്റു ചില കുക്കിംഗ് മെത്തേഡ്സിൽ 90% വരെ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് ഏത് തരത്തിലുള്ള കുക്കിംഗ് മെത്തേഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി അതുപോലെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചക്കറികൾ കുക്ക് ചെയ്യുമ്പോൾ മൈക്രോവേവ് അവൻ ഉപയോഗിക്കണം. മൈക്രോവേവിങ് ചെയ്യുന്ന സമയത്താണ് വിറ്റാമിൻ സി അഥവാ അസ്കോർബിക് ആസിഡിൻ്റെ അളവ് അതേപോലെ തന്നെ, അല്ലെങ്കിൽ ഏകദേശം റോ വെജിറ്റബിളിൻ്റെ അതേ ലെവലിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ബോയിലിംഗ്, അതായത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, കുക്കറിൽ പാചകം ചെയ്യുക, ഇത്തരത്തിലുള്ള കുക്കിംഗ് മെത്തേഡ്സാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വിറ്റാമിൻ സിൻ്റെ അളവ് ആ പച്ചക്കറിയിൽ നിന്നും കുറയുന്നതായിട്ട്, അതായത് റീറ്റെയിൻ ചെയ്യുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടെത്തിയത്, കുക്ക്ഡ് വെജിറ്റബിൾസിൽ ആൽഫ ടോക്കോഫിറോൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ, ബീറ്റാ കരോട്ടിനോയിഡ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ എ, ഇതൊക്കെ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആണ്. നമുക്കറിയാം ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ADEK ആണ്. ഇത്തരത്തിലുള്ള ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസിൻ്റെ അളവ് കുക്ക് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസിൽ കുറച്ച് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ്, അതേ വെജിറ്റബിളിൻ്റെ റോ ഫോമുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ ഇത് ഓരോ തരത്തിലുള്ള വെജിറ്റബിൾസിനും വ്യത്യാസമുണ്ടായിരുന്നു. ഇനി നിങ്ങൾ മൈക്രോവേവിങ് ഏറ്റവും മികച്ച കുക്കിംഗ് മെത്തേഡ് ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുമല്ല. വിറ്റാമിൻ കെയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ കെ നഷ്ടപ്പെടുന്നത്. മൈക്രോവേവ് അവനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, അത് സേഫ് ആണോ, ഹെൽത്തി ആണോ, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിൽ താഴെ കാണാം. പക്ഷേ നിങ്ങൾ ചീര പോലത്തെ ഇലക്കറികളൊക്കെയാണ് മൈക്രോവേവിൽ പാചകം ചെയ്യുന്നതെങ്കിൽ വൈറ്റമിൻ കെയുടെ അളവ് അങ്ങനെ കുറയാറില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ചീരേൻ്റെ കാര്യത്തിൽ മൈക്രോവേവിങ് നല്ലതാണ്. പക്ഷേ മറ്റു തരത്തിലുള്ള പച്ചക്കറികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിറ്റാമിൻ കെ കുറയുമെന്നാണ് പറയുന്നത് മൈക്രോവേവ് അവൻ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി മറ്റൊരു സ്റ്റഡീനെ കുറിച്ച് പറയാം. പഞ്ചാബിലുള്ള ലുധിയാനയിൽ 60 ഫാമിലീസിനെ സെലക്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തത്. വിൻ്റർ അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് അവർ കഴിക്കുന്ന പച്ചക്കറികൾ പാചകം ചെയ്യുന്നതിനനുസരിച്ച് അതിലുള്ള അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സിയും ബീറ്റാ കരോട്ടിൻ്റെയും അളവ് എത്രത്തോളം മാറുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സ്റ്റഡി കാര്യമായിട്ട് നടത്തിയത്. ഈ 60 ഫാമിലീസിൽ 30 ഫാമിലീസ് അർബൻ അല്ലെങ്കിൽ ടൗണുകളിലൊക്കെ താമസിക്കുന്ന ഫാമിലീസ് ആയിരുന്നു. ബാക്കി 30 ഫാമിലീസ് വില്ലേജ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ താമസിക്കുന്നവരായിരുന്നു. ഇനി ഈ സ്റ്റഡീൻ്റെ റിസൾട്ടിലേക്ക് വരാം. അവർ കണ്ടെത്തിയത് അർബൻ ഫാമിലീസ്, അതായത് ടൗണിലൊക്കെ താമസിക്കുന്നവർ ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്ന പച്ചക്കറീൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 411 ഗ്രാം ആണെന്നാണ്. അതേസമയം വില്ലേജിൽ, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഒരു ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറീൻ്റെ അളവെന്ന് പറയുന്നത്, ഒരാളുടെ കാര്യമാണ് പറയുന്നത്, 365 ഗ്രാം എന്നാണ്. ഇനി നിങ്ങൾ പച്ചക്കറിയോ ഫ്രൂട്ട്സോ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് കഴിക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിൽ താഴെ കാണാം. ഇതേ സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അർബൻ ഫാമിലീസിൻ്റെ കാര്യത്തിൽ കുക്ക്ഡ് വെജിറ്റബിൾസിലൂടെ അവർക്ക് വെജിറ്റബിൾസ് കിട്ടുന്നത് 68%. അതായത് ബാക്കി 32% അവർ പച്ചക്ക് ഫ്രഷ് ആയിട്ട് റോ ആയിട്ട് തന്നെ കഴിക്കാറുണ്ടെന്നാണ്. അതേസമയം വില്ലേജ് ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വെജിറ്റബിൾസ്
പാചകം ചെയ്തിട്ടാണ് കൂടുതലും കിട്ടുന്നത്. 85% കുക്ക്ഡ് ആയിരുന്നു. ബാക്കി 15% മാത്രമാണ് അവർക്ക് റോ വെജിറ്റബിൾസ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇനി പഞ്ചാബിലുള്ളവർ എന്തൊക്കെ തരത്തിലുള്ള പച്ചക്കറികളാണ് കൂടുതൽ കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് പൊട്ടറ്റോ അടങ്ങിയിട്ടുള്ള ഡിഷാണ്. ചീര, സ്പിനാച്ചിൻ്റെ കൂടെ പൊട്ടറ്റോ, ഫെനുഗ്രീക്കിൻ്റെ കൂടെ പൊട്ടറ്റോ, പൊട്ടറ്റോവും ബ്രിഞ്ചോളും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ, പൊട്ടറ്റോൻ്റെ കൂടെ കോളിഫ്ലവർ, പൊട്ടറ്റോൻ്റെ കൂടെ ക്യാപ്സിക്കം, പൊട്ടറ്റോൻ്റെ കൂടെ ക്യാരറ്റ്, പൊട്ടറ്റോവും ബീൻസും, പിന്നെ പൊട്ടറ്റോവും ഗ്രീൻ പീസും, പിന്നെ ക്യാബേജും ഗ്രീൻ പീസും കൂടിയുള്ള കോമ്പിനേഷൻ. ഇതേ തരത്തിലുള്ള വെജിറ്റബിൾസ് തന്നെയാണ് റോവും. പിന്നെ കുക്ക് ചെയ്തതിന് ശേഷം എത്രത്തോളം എസ്കോർബിക് ആസിഡിൻ്റെയും ബീറ്റാ കരോട്ടിൻ്റെയും വ്യത്യാസം വരുന്നുവെന്ന് ഇവർ സ്റ്റഡിയിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. ഇനി ഈ സ്റ്റഡീൻ്റെ റിസൾട്ടിലേക്ക് വരാം. അവർ കണ്ടുപിടിച്ചത് എസ്കോർബിക് ആസിഡ്, അതായത് വൈറ്റമിൻ സിൻ്റെ അളവ് കുക്ക്ഡ് വെജിറ്റബിൾസിൽ അടങ്ങിയിരുന്നത് 46 മില്ലിഗ്രാം പെർ 100 ഗ്രാം എന്നാണ്. അതേസമയം ബീറ്റാ കരോട്ടിൻ കുക്ക്ഡ് വെജിറ്റബിൾസിൽ അടങ്ങിയിരുന്നത് ഓരോ 100 ഗ്രാം കുക്ക്ഡ് വെജിറ്റബിൾസിലും 792 മൈക്രോഗ്രാം ആയിരുന്നു. അവർ മറ്റൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള കുക്കിംഗ് മെത്തേഡ്സിലും എസ്കോർബിക് ആസിഡിൻ്റെയും ബീറ്റാ കരോട്ടിൻ്റെയും അളവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. അതിൽ എസ്കോർബിക് ആസിഡിൻ്റെ അളവ് കുറഞ്ഞത് ഫ്രഷ് റോ വെജിറ്റബിൾസിൽ നിന്നും കുക്ക് ചെയ്യുന്ന സമയത്ത് 26% കുറഞ്ഞു. അതേപോലെ തന്നെയായിരുന്നു ബീറ്റാ കരോട്ടിൻ്റെ അളവ് ഫ്രഷ് വെജിറ്റബിൾസിൽ നിന്നും കുക്ക് ചെയ്യുന്ന സമയത്ത് 25% അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇനി ഈ സ്റ്റഡീൻ്റെയും കൺക്ലൂഷൻ എന്താണെന്ന് പറയാം. ഒരു ആവറേജ് അഡൽട്ട് സ്ത്രീയോ പുരുഷനോ ആയാലും അവർക്ക് ഒരു ദിവസം കിട്ടേണ്ട എസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സിൻ്റെ റിക്വയർഡ് ഡയറ്ററി എലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മില്ലിഗ്രാം ആണ്. അതേസമയം ബീറ്റാ കരോട്ടിൻ്റെ ഒരു ദിവസത്തെ RDA എന്ന് പറയുന്നത് 2400 മൈക്രോഗ്രാം ആണ്. സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയത് നിങ്ങൾ ഏത് രീതിയിൽ പച്ചക്കറി കഴിച്ചു കഴിഞ്ഞാലും എസ്കോർബിക് ആസിഡ് നിങ്ങൾക്ക് ആവശ്യത്തിലും കൂടുതൽ കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ഏകദേശം നിങ്ങൾക്ക് എത്രയാണോ ഒരു ദിവസം വൈറ്റമിൻ സി വേണ്ടത് അതിൻ്റെ 270% നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ്. അത് ഫ്രഷ് ആണെങ്കിലും കുക്ക്ഡ് ആണെന്നുണ്ടെങ്കിലും. വൈറ്റമിൻ സിൻ്റെ കാര്യത്തിൽ കുക്കിങ്ങിനെ കൊണ്ട് വലിയ മാറ്റങ്ങൾ വരുന്നില്ല. നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടേണ്ട ബീറ്റാ കരോട്ടിൻ്റെ ഏകദേശം 78% കിട്ടുന്നുണ്ടെന്നാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുക്ക് ചെയ്തിട്ടാണെങ്കിലും ഫ്രഷ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും പച്ചക്കറികൾ എല്ലാ ദിവസവും കഴിച്ചാൽ മതി. ഏത് രീതിയിൽ പാചകം ചെയ്യുന്നു, മൈക്രോവേവ് ആണോ, ബോയിൽഡ് ആണോ, സ്റ്റീംഡ് ആണോ, കറി വെച്ചിട്ടാണോ, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. എല്ലാ ദിവസവും പച്ചക്കറി നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പച്ചക്കറി എന്തെങ്കിലും ഒരു രൂപത്തിൽ കുക്ക് ചെയ്തിട്ടോ അല്ലാതെയോ നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ, അതും നല്ല രീതിയിൽ 2-3 പ്രാവശ്യമൊക്കെ നിങ്ങൾ ഒരു കപ്പ് നിറച്ച് പച്ചക്കറികൾ കറി വെച്ചിട്ടോ അല്ലാതെയോ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഫൈബർ കിട്ടും, വിറ്റാമിൻസ് കിട്ടും, മിനറൽസ് കിട്ടും. അതിൻ്റെ ഒന്നും നമ്പർ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും 2-3 പ്രാവശ്യം കഴിക്കുന്നു എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്രമേഹവും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും നിങ്ങളുടെ ബോഡി വെയ്റ്റ് നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാനെല്ലാം പച്ചക്കറികൾ നിങ്ങളെ സഹായിക്കും. കുക്കിംഗ് മെത്തേഡിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വെറുതെ വെറീഡ് ആവണ്ട. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ ഏത് രീതിയിലാണ് പച്ചക്കറികൾ കുക്ക് ചെയ്യാറ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുക്കിംഗ് മെത്തേഡിനെ കുറിച്ച് താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. ഹെൽത്തി ഭക്ഷണത്തിനെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരൊറ്റ പ്ലേലിസ്റ്റിൻ്റെ രൂപത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണുന്നവരെ ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.